നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ സംഘർഷം അമേരിക്ക കൂടി പങ്കാളിയാകുന്ന വൻ യുദ്ധത്തിലേക്ക് പോകുമെന്ന ഘട്ടമാണ് നിലവിലുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ടെഹ്റാനിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ രാജ്യത്തുള്ള മറ്റുള്ള രാജ്യങ്ങളിലെ പൗരന്മാരോടും വളരെ വേഗത്തിൽ തന്നെ സ്വന്തം എംബസിയുമായി ബന്ധപ്പെടണമെന്ന് ചൈനയും അതുപോലെ തന്നെ ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇന്ത്യ വളരെ വേഗത്തിൽ അവിടെ കുടുങ്ങിയിട്ടുള്ള ഇന്ത്യക്കാരെ തിരികെ സുരക്ഷിതമായി നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. ഓപ്പറേഷൻ സിന്ധു എന്നാണ് ആ ദൗത്യത്തിന് പേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടെ അടച്ച വ്യോമാതിർത്തി ഇന്ത്യക്കായി തുറന്നു നൽകിയതാണ് ഇപ്പോൾ വാർത്തയാകുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ഇറാൻ വ്യോമാതിർത്തി ഇതെല്ലാം തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അന്ന് സുരക്ഷിതമായിട്ട് ഇന്ത്യക്കാരോട് മാറാൻ പറഞ്ഞപ്പോൾ ആരും വ്യോമപാത ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള എവിടേക്കും സുരക്ഷിതമായി കടക്കാൻ ശ്രമിക്കരുതെന്നും കരമാർഗം സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് കടക്കാനായിരുന്നു ഇന്ത്യൻ എംബസി അടക്കം അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരോട് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇറാൻ വ്യോമാതിർത്തി തുറന്നു കൊടുത്തിരിക്കുകയാണ്. മറ്റു ഒരു രാജ്യങ്ങൾക്കും ചെയ്യാത്തതാണ് ഇന്ത്യക്കായിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്നത്. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കുന്നതിനായാണ് പ്രത്യേക ഇളവ് ഏർപ്പെടുത്തുന്നതെന്നും ഇറാൻ അറിയിച്ചു. സംഘർഷം ബാധിച്ച പശ്ചിമേഷ്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമായ ഓപ്പറേഷൻ സിന്ധുമായി സഹകരിക്കുമെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യോമമേഖല അടച്ചിട്ടിരിക്കുന്നു, പക്ഷേ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഒഴിവാക്കൽ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ത്യയുമായി സഹകരിക്കുന്നുണ്ട്. ഇന്ത്യക്കാരെ ആദ്യം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി തുടർന്ന് തുടർ ക്രമീകരണങ്ങളിൽ സഹായിച്ചു. 3 മഹാൻ എയർ വിമാനങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ തിരികെ കൊണ്ടുവരാൻ ക്രമീകരിച്ചിട്ടുണ്ടെന്നും ന്യൂഡൽഹിയിലെ ഇറാനിയൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ജാവേദ് ഹൊസൈനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനിൽ നിലവിൽ ഏകദേശം 10,000 ഇന്ത്യൻ പൗരന്മാരുണ്ടെന്നും അവരിൽ പലരും വിദ്യാർത്ഥികളാണെന്നും എംബസി ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 1000-ഓളം പേരെ ഇതിനകം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെന്നും ഓപ്പറേഷനെ കുറിച്ച് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരുന്നതിനായുള്ള ഓപ്പറേഷൻ സിന്ധുവിലൂടെ 190 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 290 പേരെ വിജയകരമായി നാട്ടിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിലെ മഷാദിൽ കുടുങ്ങിക്കിടന്നവരെയാണ് വെള്ളിയാഴ്ച രാത്രി തിരികെ എത്തിച്ചത്. ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കം ഇന്ത്യൻ പൗരന്മാരെ വഹിച്ചുകൊണ്ട് മഷാദിൽ നിന്നുള്ള വിമാനം രാത്രി 11:30 ഡൽഹി വിമാനത്താവളത്തിലെത്തി. ഒഴിപ്പിക്കൽ പ്രക്രിയയ്ക്ക് സൗകര്യമൊരുക്കിയതിന് ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയം ഇറാൻ സർക്കാരിനോട് നന്ദിയും അറിയിച്ചു. ഓപ്പറേഷൻ സിന്ധു വിമാനം പൗരന്മാരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. വിദ്യാർത്ഥികളും തീർത്ഥാടകരും ഉൾപ്പെടെ 290 ഇന്ത്യൻ പൗരന്മാരെ ഇറാനിൽ നിന്ന് ഇന്ത്യ ഒഴിപ്പിച്ചു. ജൂൺ 20 രാത്രി 11:30 ന്യൂഡൽഹിയിലെത്തിയ വിമാനം സെക്രട്ടറി അരുൺ ചാറ്റർജി സ്വീകരിച്ചു. ഒഴിപ്പിക്കൽ പ്രക്രിയ സുഗമമാക്കിയതിന് ഇറാൻ സർക്കാരിനോട് ഇന്ത്യ നന്ദിയും അറിയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്നാണ് മിഡിൽ ഈസ്റ്റേൺ രാജ്യത്ത് നിന്ന് തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനായാണ് ഇന്ത്യൻ സർക്കാർ ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത്. ഇന്ത്യക്ക് മാത്രമായാണ് ഇറാൻ വ്യോമപാത തുറന്നുകൊടുത്തത്. ഇതിപ്പോൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ മാത്രമല്ല നേപ്പാളിലെയും ശ്രീലങ്കയിലെയും ആളുകളെ കൂടി എത്തിക്കണമെന്ന് ഇന്ത്യയോട് ഇപ്പോൾ അവരുടെ സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്ത്യ അതിനനുസരിച്ചുള്ള നീക്കം കൂടി നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. തുർക്ക്മെനിസ്ഥാനിലെ അഷ്ഖാബത്തിൽ നിന്ന് പുലർച്ചെ 3 മണിയോടെയാണ് 1000-ഓളം ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള 2 വിമാനങ്ങൾ കൂടി എത്തുന്നത്. ഇറാൻ വ്യോമാതിർത്തി തുറന്നതിന് ശേഷം വിദ്യാർത്ഥികളെ ടെഹ്റാനിൽ നിന്ന് മഷാദിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരാണ് ഇറാനിയൻ എയർലൈൻസിന്റെ സഹായത്തോടെ പൗരന്മാരെ തിരികെ എത്തിക്കാനുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്. സംയോജിതമായ ഇടപെടലിനും പിന്തുണയ്ക്കും ഇന്ത്യ സർക്കാരിനും വിദേശകാര്യ മന്ത്രാലയത്തിനും ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും ഹൃദയംഗമായ നന്ദി അറിയിച്ചു. അവരുടെ തിരിച്ചുവരവിനായി ആകാംക്ഷയോടെ കാത്തിരുന്ന കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണിതെന്നും ജമ്മു കാശ്മീർ സ്റ്റുഡന്റ് അസോസിയേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാനും ഇസ്രായേലും തമ്മിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന വ്യോമാക്രമണങ്ങൾക്കും പ്രതികാരാക്രമണങ്ങൾക്കും ശേഷമാണ് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. വ്യാഴാഴ്ച 110 ഇന്ത്യൻ വിദ്യാർത്ഥികളെ അർമേനിയ ദോഹ വഴി ഒഴിപ്പിച്ച ശേഷം ഡൽഹിയിൽ എത്തിച്ചു. വിമാനമാർഗം വഴിയും കരമാർഗം അതിർത്തി രാജ്യങ്ങളിൽ എത്തിച്ച് തുടർന്ന് ഡൽഹിയിൽ കൊണ്ടുവരാനാണ് ആലോചിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. സ്വന്തമായൊരു തുറമുഖം തന്നെ ഇന്ത്യക്കായി വിട്ടുകൊടുത്ത മേഖലയിലെ തന്ത്രപ്രധാനമായ പങ്കാളി കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സുരക്ഷിതമായി എത്തിക്കാനായിട്ട് ഇറാൻ തങ്ങളുടെ വ്യോമപാത ഇന്ത്യക്കായി തുറന്നു
കൊടുത്തതും വാർത്താ പ്രാധാന്യം നേടുന്നത്. ഇറാനിലെ ചബഹാർ ഷാഹിദ് ബെഹെഷത്തി തുറമുഖത്തിന്റെ നടത്തിപ്പാണ് ഇന്ത്യക്ക് ഇറാൻ നൽകിയിരിക്കുന്നത്. തന്ത്രപ്രധാനമായ തുറമുഖ നടത്തിപ്പിന്റെ ചുമതല ഇന്ത്യക്ക് ലഭിക്കുന്നതും ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുക്കുന്നതും ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ്. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ രാജ്യങ്ങളുടെ ത്രികക്ഷി വ്യാപാരത്തിനും വാണിജ്യത്തിനും ചബഹാർ തുറമുഖം ഏറെ സഹായകരമാണ്. ഇറാനെതിരായ അമേരിക്കൻ ഉപരോധം ചബഹാർ തുറമുഖത്തിന്റെ വികസനം മന്ദഗതിയിലാക്കിയിരുന്നെങ്കിലും ഉപരോധം വകവയ്ക്കാതെയാണ് തുറമുഖത്തിന്റെ വികസനത്തിന് ഇറാനുമായി ഇന്ത്യയും സഹകരിച്ചിരുന്നത്. തന്ത്രപ്രധാനമായ ഈ തുറമുഖം ഇന്ത്യ ഏറ്റെടുത്തത് ചൈനയ്ക്കും പാകിസ്ഥാനുമാണ് നിലവിൽ കനത്ത തിരിച്ചടിയായിരിക്കുന്നത്. ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹാർ തുറമുഖം ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നത്. അറബിക്കടലിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാനിലെ ഗ്വദർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്തിരുന്നത്. ചബഹാർ തുറമുഖത്തു നിന്നും വെറും 72 കിലോമീറ്റർ അകലെ മാത്രമാണ് ഗ്വദർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്നതും നാം ഓർക്കണം. ഹമാസുമായുള്ള സംഘർഷത്തിൽ ഇസ്രായേലിലെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് വൻ വിജയമാണ് ഉണ്ടാക്കിയിരുന്നത്. തലയ്ക്ക് മുകളിൽ വർഷിക്കപ്പെടുന്ന മിസൈലുകളെ അയൺ ഡോം നിമിഷ നേരം കൊണ്ട് നിർവീര്യമാക്കുന്ന ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളടക്കം പ്രചരിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളെ നേരിടുന്നതിൽ അയൺ ഡോമിന് പിഴച്ചോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നത്. ഇറാനുമായുള്ള സംഘർഷം ആരംഭിച്ച ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങൾ തളരുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിലാണ് പ്രതിരോധ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ മിസൈൽ വർഷിക്കുകയും വൻ കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. പല കെട്ടിടങ്ങളും തകർന്ന തരിപ്പണമായതിന്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ പല വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സംവിധാനത്തിന്റെ വീര്യം കുറഞ്ഞു വരികയാണോ, ഇനി എത്ര നാൾ ഈ വിധം തുടരാനാകും തുടങ്ങിയ ചോദ്യങ്ങളും ഇതോടെയാണ് ഉയർന്നു കേൾക്കുന്നത്.